യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നടന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെട്ട് തങ്ങളുടെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും കെടുത്തുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ഓർത്ത് അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലരാകുന്നതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാം. അവരുടെ നാളെ ഭാവി എന്തായിത്തീരും, അവരുടെ ജീവിതം സന്തോഷമായിരിക്കും, അവർക്ക് ജോലി കിട്ടുമോ, അവർ പഠിച്ച് ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്നൊക്കെയുള്ള ഉത്കണ്ഠകളും ആകുലതകളുമൊക്കെ പലപ്പോഴും മാതാപിതാക്കൾക്കും മക്കൾക്കും അങ്ങനെ തന്നെയാണ്. മക്കൾക്ക് ഇപ്പോൾ അവർ 10ാം ക്ലാസ്സും +2 പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുകയാണ്. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ, റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമോ, അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് ആവലാതിപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇനി എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ട് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് അസ്വസ്ഥമാകുന്ന ധാരാളം മക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇടക്കാലങ്ങളിൽ ഒരു സഹോദരി എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അവളുടെ ബ്രസ്റ്റിലായിട്ടൊരു തടിപ്പ് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥയായി. അവൾ കരയാൻ തുടങ്ങി. അവൾ ചിന്തിച്ചു അവൾക്ക് ക്യാൻസറാണ് എന്ന്. അതുകൊണ്ട് വീട്ടിലെന്നും കരച്ചിൽ, രാത്രിയിൽ ഉറക്കമില്ല, കുടുംബത്തിൽ സന്തോഷവുമില്ല, സമാധാനമില്ല. അവൾ മക്കളെ കെട്ടിപ്പിടിക്കുന്നു, ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കരയുന്നു. ആകെ അസ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം. അങ്ങനെ ഭർത്താവ് ഭാര്യയുമായിട്ട് എൻ്റെ അരികിലേക്ക് വന്നു പ്രാർത്ഥിക്കണം അച്ഛാന്ന് പറഞ്ഞു. കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത് അവൾക്ക് ഒരു തടുപ്പ്, ബ്രസ്റ്റിലായിട്ടൊരു തടുപ്പ്. അപ്പോൾ അവൾ തീരുമാനം എടുത്തിരിക്കുന്നത് അത് ക്യാൻസറാണ്, അതുകൊണ്ട് ഇനി പെട്ടെന്ന് മരിച്ചു പോകും, മക്കളെ ഇനി കാണാൻ പറ്റില്ല, ഇനി ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ അവളെ മാനസികമായിട്ട് അലട്ടുന്നു. അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം അവളോട് പറഞ്ഞു, മോളെ നീ പോയി ഒന്ന് ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ വിധി എഴുതിയിട്ടില്ലല്ലോ, നമ്മുടെ മനസ്സിൽ ഒരു തോന്നലല്ലേ ഇത്. അതല്ലാതെ നമുക്ക് അത് ക്യാൻസറാണെന്ന് പറയാതെ നമ്മൾ വെറുതെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്ത അനുസരിച്ച് അത് ക്യാൻസറാണ് നമ്മളല്ലല്ലോ വിധി എഴുതേണ്ടത്. ദൈവം നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് നമുക്കത് കണ്ടെത്താൻ നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ പരിശോധിക്കുവാൻ വേണ്ടി ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നു, അവൾ ക്യാൻസറല്ല. ഇത്രയും നാൾ അവൾ അനുഭവിച്ച ആ പ്രശ്നത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും അവൾ അനുഭവിച്ച സ്ട്രെസ്സ്, അവളുടെ ജീവിതത്തിലൂടെ അവൾ മനസ്സമാധാനം നഷ്ടപ്പെട്ടു, കുടുംബത്തിനും നഷ്ടപ്പെട്ടു, അവളുടെ മക്കൾക്ക് ആ സ്നേഹം കൊടുക്കാൻ പറ്റിയ പരിചരണം നഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും ആകെ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് അവൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നു. വചനം പറയും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം തമ്പുരാനിലേക്ക് സമർപ്പിക്കുവാൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് നിൻ്റെ നാശമല്ല, നിൻ്റെ ക്ഷേമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വചനം പറയുന്നത് 31 ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:16 പറയുന്നു, നിൻ്റെ കണ്ണുനീർ തുടയ്ക്കൂ, നിൻ്റെ വേദനകളെ എടുത്തു മാറ്റുക. കാരണം നിൻ്റെ കണ്ണുനീര് കണങ്ങളെ മാറ്റുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നിൻ്റെ കണ്ണുനീർ തുടയ്ക്കൂ, നിൻ്റെ വിലാപങ്ങൾ എടുത്ത് മാറ്റുക. കാരണം നിനക്ക് പ്രത്യാശഭരിതമായ ഒരു ജീവിതം നൽകാൻ കരുത്തുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ മാനേജറുടെ ക്യാബിന് എല്ലാ ദിവസവും തൻ്റെ മകൾ വീട്ടിൽ വളർത്തിയിരിക്കുന്ന പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ചെറിയ റോസാ പുഷ്പം പറിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം അത് വയ്ക്കുമായിരുന്നു. ഒരിക്കൽ പോലും മുടക്കം വരുത്തിയിട്ടില്ല. ഒരിക്കൽ അദ്ദേഹം കാലാകാലങ്ങളായിട്ട് അത് കൊണ്ടുവയ്ക്കുന്നതാണ്. ഒരു ദിവസം അദ്ദേഹം കൊണ്ടുപോവച്ചിട്ട് അദ്ദേഹം ചെന്ന് തൻ്റെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് മാനേജർ ഇറങ്ങി വന്ന് എല്ലാവരുടെയും തോളിലൊക്കെ തട്ടി വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, എന്താണോ താൻ ഇന്ന് കൊണ്ടുവച്ച വാടിയ പൂവാണോ എൻ്റെ ക്യാമ്പിൽ കൊണ്ടുവച്ചത്, തനിക്കൊരു ഫ്രഷ് പൂ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഒരു തമാശയ്ക്ക് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കടന്നുപോയി. പക്ഷേ ഇത് അദ്ദേഹത്തിന് ഒത്തിരിയേറെ വേദന ഉളവാക്കി. അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റില്ല. അന്ന് ആ ഒരു സ്ട്രെസ്സ് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചു. സമാധാനവുമില്ല, സന്തോഷവുമില്ല. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം സന്ധ്യയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ സാധാരണയായിട്ട് കോളിംഗ് ബെൽ അമർത്തുമ്പോൾ ഭാര്യ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഒരു കപ്പ് ചായയുമായിട്ട് വാതിൽ തുറന്ന് അതിന് കൊടുക്കുമായിരുന്നു. അതാണ് സാധാരണയുള്ള എല്ലാ ദിവസവും നടക്കുക. അന്ന് ഈ മനസ്സിലെ സ്ട്രെസ്സ് കാരണം അദ്ദേഹം വീട്ടിൽ പോയപ്പോൾ ഭാര്യ
വാതിൽ തുറന്നു ഒരു ആവി പൊങ്ങുന്ന ഒരു ചൂട് കാപ്പിയുമായിട്ട് ചായയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സ് കാരണം അദ്ദേഹം പെട്ടെന്ന് ആ ചായയെ പാത്രം തട്ടി മാറ്റിയിട്ട് അദ്ദേഹം വേഗത്തിൽ വീട്ടിലകത്തോട്ട് കയറി ദേഷ്യപ്പെട്ട് കടന്നുപോയി. ആ സ്ട്രെസ്സ്, അദ്ദേഹത്തിന് കിട്ടിയൊരു സ്ട്രെസ്സ് അദ്ദേഹം ഭാര്യയിലേക്ക് പങ്കുവെച്ചെന്നുള്ളതാണ്. ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഈ മനുഷ്യന് വേണ്ടി വാതിൽക്കൽ ഒരു ചായയും ഇട്ട് കാത്തിരിക്കുന്ന തൻ്റെ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കാതെ ഈ മനുഷ്യൻ ഈ ചായക്കപ്പ് തട്ടിയെറിഞ്ഞ് പോയത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളെന്താ ചെയ്തത്? അവൾ ദേഷ്യത്തോടുകൂടി അകത്തോട്ട് പോകുമ്പോഴാണ് തൻ്റെ കൊച്ചുമോള് കണക്ക് പുസ്തകവുമായിട്ട് വന്നിട്ട് ചോദിക്കും, മമ്മി എനിക്കിതൊന്ന് പറഞ്ഞതാ, എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മമ്മി എന്താ ചെയ്തത്? ആ സ്ട്രെസ്സ് കാരണം അവളുടെ കയ്യിൽ നിന്ന് ബുക്കിനെ വലിച്ചെറിഞ്ഞിട്ട് എനിക്കും ഇതിന് സമയമില്ല, നീ നിൻ്റെ അപ്പനോട് ചെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് അവൾ കൊച്ചിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ കുഞ്ഞെന്താ ചെയ്യുന്നത്? കണക്ക് ബുക്ക് ചെന്നെടുത്ത് അമ്മയ്ക്ക് എന്താ എന്നോട് എപ്പോഴും ദേഷ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോഴാണ് എന്നും തൻ്റെ കാലിൽ വന്ന് വട്ടം ചുറ്റി ചേർന്ന് നിൽക്കുന്ന പൂച്ച അന്നും വന്ന് ആ കൊച്ചിൻ്റെ കാലിനോട് ചേർന്ന് നിന്ന് അവൾക്ക് അരിശം മൂത്തിട്ട് അവൾ എന്താ ചെയ്യുന്നറിയാമോ? സ്ട്രെസ്സ് വന്ന ആ കൊച്ച് കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു ആ പൂച്ചയ്ക്കിട്ട്. പൂച്ച ചെവിലിൽ ചെന്ന് അടിച്ച് അതിൻ്റെ തലയടിച്ച് അത് ചത്തുപോയി. യഥാർത്ഥത്തിൽ ആരാണ് ഈ പൂച്ചയെ ഈ മരണത്തിലേക്ക് നയിച്ചതിന് കാരണക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആരാണ്? മാനേജരാണോ? അതോ ഈ കുഞ്ഞിൻ്റെ അപ്പനാണോ? ഈ കുട്ടിയാണോ? അമ്മയാണോ? പലരും പല അഭിപ്രായം പറയും. ചിലർ പറയും വാടിയ പൂവാണെന്നും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരാളെങ്കിലും ആ മനസ്സിലെ ആ സ്ട്രെസ്സിനെ കളഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പൂച്ച ചാകില്ലായിരുന്നു. അപ്പോൾ അനാവശ്യമായ പല കാരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ സ്വസ്ഥതയും സന്തോഷത്തെയും കെടുത്തിക്കളയുകയാണ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഇപ്രകാരം അലട്ടുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ സ്ട്രെസ്സിനെ മാറ്റുക. നിനക്ക് സമാധാനം നൽകുന്ന ആരാ? ദൈവവും കർത്താവ് പറയുന്നത് എല്ലാവർക്കും സമാധാനം. ആ ദൈവത്തിൽ സമാധാനം നീ കണ്ടെത്തുക. അല്ലാതെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങളെ പ്രതി സ്ട്രെസ്സായിട്ട് നമുക്ക് നടക്കുമ്പോൾ നമുക്ക് സന്തോഷവും കിട്ടില്ല, സമാധാനം കിട്ടില്ല. ജീവിതം ആകെ ഒരു ബോറൻലി ജീവിതമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ ഒരു ജീവിതം അത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു തീർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മുടെ സ്ട്രെസ്സ് കാരണം നമുക്കൊക്കെ പറ്റിപ്പോയ അബദ്ധങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നോക്കുകയും ഒരു പൂച്ച ചത്തുപോയെങ്കിൽ അതുപോലെ എത്രയോ നഷ്ടങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സ്ട്രെസ്സ് കാരണം, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കാരണം, അനാവശ്യമായിട്ടുള്ള പല കാരണങ്ങളും നമ്മൾ പലപ്പോഴും നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് ആ ഭാരവും ചുമന്ന് നടക്കുന്നതിന് കാരണം നമ്മുടെ സന്തോഷവും നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള അനാവശ്യമായ ചിന്തകൾ നമ്മളിൽ നിന്ന് അകറ്റണമേ എന്ന്, അനാവശ്യമായ സ്ട്രെസ്സ് എന്നിൽ നിന്നും അകറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അന്നമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടെ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും മനസ്സമാധാനവും സന്തോഷമില്ലാതെ ഞങ്ങൾ കഴിഞ്ഞു പോകാറുണ്ട്. അത് കാരണം കുടുംബത്തിൽ സ്വസ്ഥതയില്ല, കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല. കർത്താവെ, നീ നൽകുന്ന ആ സന്തോഷം, പരിശുദ്ധാത്മാവിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം, നീ നൽകുന്ന സമാധാനം എന്നും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളിലും കണ്ടെത്തി അതിനനുസരിച്ച് ജീവിതം നയിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ.